എൻ്റെ പേര് ജ്യോതിഷ് കുമാർ. ഇതെൻ്റെ സിസ്റ്ററാണ് ആരതി എസ് കുമാർ. അച്ഛൻ വി ശൈലകുമാർ. കുംഫു ആൻഡ് യോഗ കൊല്ലോട് അക്കാഡമിയുടെ ഇൻസ്ട്രക്ടേഴ്സാണ് ഞങ്ങൾ. അച്ഛൻ ക്ലാസ് ഇൻചാർജ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. ഞാൻ സെക്കൻഡ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ്, ആരതി ഫസ്റ്റ് ഹാൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. രണ്ടായിരത്തി 2014 നമ്മൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 10 വർഷമാണ് ഈ സ്കൂൾ തുടങ്ങിയിട്ട്. നമ്മളെങ്ങനെയാണോ തുടങ്ങിയത് അതേപോലെ തന്നെയാണ് ഇപ്പോഴും കറക്റ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പലയിടത്തു നിന്നും പഠിക്കാൻ വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതലാണ് നമ്മുടെ ക്ലാസ്സിൽ. നമുക്കിപ്പോൾ അറിയാം, ഒരുപാട് പ്രശ്നങ്ങൾ പെൺകുട്ടികൾ നേരിടുന്നുണ്ട്. നമ്മൾ ഓരോ വാർത്തകളിൽ കാണുന്നതാണ്. കൊച്ചു കുട്ടികളുടെ നേരെ വരെ അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പേരൻസ് ആണെങ്കിലും അവർക്കൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാർഷൽ ആർട്സ് സ്കൂളാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ഒരുപാടാണ് അവർ സ്കൂളിൽ വിടുന്നത്. അവർക്കാണെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രെയിനിങ് കൊടുത്ത് അവരെ നല്ല ബോൾഡായിട്ട് തന്നെ നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻസ് കുട്ടികളെ കൊണ്ടുപോയി. സിലാറ്റിൽ നമ്മുടെ ഇവിടുന്ന് കുട്ടികൾ ഇറങ്ങി 10 കുട്ടികൾക്ക് 5 ഗോൾഡും 5 സിൽവറും നേടി. യോഗ കോമ്പറ്റീഷനും കുട്ടികൾ ഇറങ്ങി. ഇനി അടുത്ത മത്സരങ്ങൾക്കൊക്കെ വേണ്ടി അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിനും ഇന്ത്യക്കൊക്കെ വേണ്ടി മത്സരിക്കുന്ന രീതിയിലിട്ട് നമ്മൾ റെഡിയാക്കുകയാണ്. ആ രീതിയിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മുടെ കൂടെ തന്നെ അച്ഛൻ ഉണ്ട്, വി ശൈലകുമാർ. അച്ഛനാണ് എനിക്കും ആരതിക്കൊക്കെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അച്ഛനാണ്. എൻ്റെ പേര് ശൈലകുമാർ. ഞാൻ കൊല്ലടയിൽ മാർഷൽ ആർട്സ് സ്കൂൾ നടത്തുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പലരും മാർഷൽ ആർട്സിൽ വരാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ കുങ്ഫു പഠിക്കാൻ പോയത്. അങ്ങനെ ഞാൻ സ്വർണ്ണപ്പണി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കുങ്ഫു പഠിക്കാനായിട്ട് ഒരാഗ്രഹം തോന്നി. അങ്ങനെയാണ് എൻ്റെ ഗുരുനാഥനായ ദിലീപ് മാഷിൻ്റെ കൂടെ ഞാൻ പഠിക്കുകയും അങ്ങനെ ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയും അത് കഴിഞ്ഞിട്ട് എൻ്റെ വിവാഹം നടന്നു. വിവാഹശേഷം എൻ്റെ മക്കൾ ഉണ്ടായി. എൻ്റെ മകന് അവനെ വളരെ ചെറുപ്പത്തിൽ തന്നെ മാർഷൽ ആർട്സ് കൊണ്ടുവരികയും അത് കഴിഞ്ഞ് മകളെയും കൊണ്ടുവരികയും ചെയ്തു. അവരും എൻ്റെ ഗുരുനാഥൻ്റെ അടുത്താണ്, MG ദിലീപ് മാഷിൻ്റെ അടുത്താണ് അവരെ കൊണ്ടുപോയത്. വീണ്ടും ഞാൻ ഇവിടെ വന്നു. എൻ്റെ വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങാമെന്ന്.
ബ്ലാക്ക് ബെൽറ്റ് എടുത്തതിന് ശേഷം എൻ്റെ വിവാഹം നടക്കുകയും തുടർന്ന് എൻ്റെ തൊഴിൽപരമായും വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ടും പിന്നീട് എനിക്ക് തുടർന്ന് ഇത് പോകാൻ സാധിച്ചില്ല. പക്ഷെ എൻ്റെ വളരെ നേരത്തെ ഒരു ആഗ്രഹം സാധിക്കാതെ പോയി. വിവാഹശേഷം എനിക്ക് 2 കുട്ടികൾ ജനിക്കുകയും അവരെ ഞാൻ എൻ്റെ ഗുരുനാഥനായ ദിലീപ് MG മാഷിൻ്റെ അടുത്ത് അവരെ കൊണ്ടുവിടുകയും അവിടെ അവർ പഠിക്കുകയും അവരവിടെ ബ്ലാക്ക് ബെൽറ്റ് നേടുകയും ചെയ്തു. അതിനുശേഷം എനിക്ക് സാധിക്കാൻ കഴിയാത്ത എൻ്റെ ആഗ്രഹം എൻ്റെ കുട്ടികൾ കൂടി ഞാൻ നിറവേറ്റി ഇവിടെ ഒരു മാർഷൽ ആർട്സ് സ്കൂൾ തുടങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ തുടങ്ങുകയും അവരോടൊപ്പം ഞാനും കൂടി ഈ സ്കൂളിൽ ഇപ്പം നല്ലൊരു 10 വർഷമായി ഇവിടെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം 40 കുട്ടികളോളം ഇപ്പോൾ വരുന്നുണ്ട്. കൊല്ലോട്, ചെറിയനാട്, മാവേലിക്കര ലൊക്കാലിറ്റിയിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. നമ്മൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 2014 സ്റ്റാർട്ട് ചെയ്തപ്പം 60-70 അടുത്ത് കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ലോക്ക്ഡൗണിന് ശേഷം നമുക്ക് ഒരുപാട് ലോസ് ഉണ്ടായി, ഒത്തിരി കുട്ടികൾ പോയി. അതിനുശേഷം നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം കുട്ടികൾ കുറവായിരുന്നു. പക്ഷെ നമ്മൾ വീണ്ടും കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ 35ഓളം കുട്ടികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. വയസ്സ് തൊട്ട് നമ്മുടെ ക്ലാസ്സിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സിലാട്ട് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ മാർഷൽ ആർട്ടിൽ നമ്മൾ കുട്ടികളെ മത്സരിപ്പിച്ചിരുന്നു. അതിൽ ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നമ്മൾ കുട്ടികൾ മത്സരിച്ചു. അതിൽ നല്ല രീതിയിലുള്ള വിജയം തന്നെയാണ് നമുക്കുണ്ടായത്. ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ ഇവിടുന്ന് 5 വയസ്സുള്ള ഒരു കുട്ടിയാണ് ജെയ്ഡൻ ജെയിംസ് എന്ന് പറയുന്നത്. അവന് ബ്രോൺസ് മെഡലാണ് സ്റ്റേറ്റ് ലെവലിൽ കിട്ടിയത്. അവന് ആദ്യമായിട്ടാണ് കോമ്പറ്റീഷൻ പോകുന്നത്. നമ്മൾ കറക്റ്റ് ട്രെയിനിങ് കൊടുത്ത് അവനെ കൊണ്ടുപോയി അവന് മത്സരത്തിൽ അവൻ ജയിച്ചു. അതുപോലെ നമ്മുടെ പെൺകുട്ടികളാണെങ്കിലും അവരെയും കറക്റ്റ് ഗൈഡ് ചെയ്ത് അടുത്ത മത്സരങ്ങൾക്കൊക്കെ വേണ്ടി സ്റ്റേറ്റ്, നാഷണൽ, ഇന്ത്യക്കൊക്കെ വേണ്ടിയുള്ള മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്.
ആരതി എസ് കുമാർ. ഞാൻ കുംഫു ഫസ്റ്റ് ആൻഡ് ബ്ലാക്ക് ബെൽറ്റ് ആണ്. എൻ്റെ മാസ്റ്റർ ദിലീപ് മാസ്റ്ററാണ്. ഞാനും അച്ഛനും ചേട്ടനും ചേർന്നിട്ടാണ് ഈ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പെൺകുട്ടികൾക്കായിട്ട് സെൽഫ് ഡിഫെൻസ് ക്ലാസ്സുകളും പ്രത്യേക ക്ലാസ്സുകളും നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5 വയസ്സുള്ള കുട്ടികൾ മുതൽ ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ദേവഗംഗ. ഞാൻ 10ലാണ് പഠിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് കുംഫു ക്ലാസ്സുകൾ എടുക്കുന്നത് ആരതി മാസ്റ്ററും ജ്യോതിഷ് മാസ്റ്ററുമാണ്. ഇതെല്ലാം എൻ്റെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരാണ്. ഇവിടെ ഞങ്ങൾക്ക് കുംഫു ക്ലാസ്സുകൾക്കൊപ്പം യോഗ ട്രെയിനിങ്ങും ഫൈറ്റിങ്ങിൻ്റെ ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. വിവിധതരം കോമ്പറ്റീഷനുകളിൽ ഇറങ്ങാൻ ഞങ്ങളുടെ മാസ്റ്റേഴ്സ് ഞങ്ങളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സെൽഫ് ഡിഫെൻസിൻ്റെ ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ യോഗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിരുന്നു. അതിലെനിക്ക് ബ്രോൺസ് മെഡൽ കിട്ടി. ഇനി അടുത്തതായിട്ട് സ്റ്റേറ്റ് ലെവലിൽ പോകാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നല്ല രീതിയിൽ പരിശീലനം മാസ്റ്റേഴ്സ് നൽകുന്നുണ്ട്. കുംഫു ആൻഡ് യോഗ കൊല്ലോട അക്കാഡമി ക്ലാസ് ടൈം എന്ന് പറയുന്നത് 5 തൊട്ട് 7 വരെയാണ്. ബുധനും ശനിയാണ്. വെൻസ്ഡേ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. 5 തൊട്ട് 7 വരെ ക്ലാസ്. എക്സ്ട്രാ ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അക്ഷരരാജ്. ഞാനിപ്പോൾ 8ൽ പഠിക്കുന്നു. എനിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഫസ്റ്റ് നല്ലപോലെ പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ഞാനിപ്പോൾ വന്നിട്ട് 4 വർഷമായി. ഇപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയൊക്കെയാണ് പോകുന്നത്. പിന്നെ ഈ ഇടയ്ക്ക് യോഗ മത്സരത്തിന് പാർട്ടിസിപ്പേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. പിന്നെ കഴിഞ്ഞിടയ്ക്ക് പെങ്കാറ്റ് മത്സരത്തിന് സിൽവർ കിട്ടിയിട്ടുണ്ട്.
ഞാൻ ഡോക്ടർ മേഘ. ഞാൻ ജെയ്ഡൻ്റെ മദറാണ്. എൻ്റെ മോന് 5 ഇയേഴ്സ് ആയപ്പോഴാണ് ഇവിടെ അഡ്മിഷൻ എടുത്തത്. ഞാൻ അഡ്മിഷൻ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മോന് കുറച്ചുകൂടെ ബോൾഡ് ആകാനും കോൺഫിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് കുറഞ്ഞ ടൈമിനുള്ളിൽ തന്നെ അവൻ നല്ല കോൺഫിഡൻ്റായി ബോൾഡായി. പിന്നെ ഈ വളരെ കുറഞ്ഞ ടൈം പീരീഡിൽ തന്നെ അവർ മോനെയാണെങ്കിൽ മാസ്റ്റേഴ്സ് മോനെയാണെങ്കിൽ സിലാറ്റ് കോമ്പറ്റീഷൻ ഇറക്കി ഡിസ്ട്രിക്റ്റിൽ ഗോൾഡും മേടിച്ച് സ്റ്റേറ്റ് കോമ്പറ്റീഷനിൽ മോന് ബ്രോൺസും കിട്ടി മാസ്റ്റേഴ്സിൻ്റെ ട്രെയിനിങ് കാരണം. എൻ്റെ പേര് ദിയ ഫാത്തിമ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആദ്യം ഞാൻ ഇവിടെ ചേർന്നപ്പോൾ എൻ്റെ അച്ഛനായിരുന്നു എന്നെ കൊണ്ടുവിട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് വീട്ടിൽ പോകുന്നതും തിരിച്ചു വരുന്നതും എല്ലാം. എൻ്റെ കൂടെ എൻ്റെ അനിയത്തിമാരുണ്ട്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ യോഗയുടെയും പെങ്കാക് സിലാറ്റിൻ്റെയും മത്സരത്തിനിറങ്ങി. സിലാറ്റിനിറങ്ങിയപ്പോൾ എനിക്കും സുലിക എന്ന് പറയുന്ന എൻ്റെ അനിയത്തിക്കും സിൽവർ കിട്ടി. ബാക്കി 2 ആൾക്ക് ഗോൾഡ് കിട്ടി. ഏറ്റവും കൂടുതൽ പേടിച്ച് നിന്ന് റിയ എന്ന് പറയുന്ന അനിയത്തി. അവൾക്ക് പോയപ്പോൾ ഫൈറ്റ് ചെയ്ത് മാസ്റ്റർമാരുടെ സപ്പോർട്ട് കാരണം അവൾക്കിപ്പോൾ ഗോൾഡ് കിട്ടി.